മോൻസൺ മാവുങ്കിൽ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ കോടതിയിൽ ഹാജരായി. ജാമ്യ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ് കെ സുധാകരൻ കോടതിയിൽ ഹാജരായത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ. നിലവിൽ മുകളിൽ ദൃശ്യങ്ങളിൽ കാണുന്ന MB/MLA കോടതിയുണ്ട്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എറണാകുളം. ആ കോടതിയിലാണ് ഇപ്പോൾ മോൻസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ ഹാജരായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ബോണ്ട് വ്യവസ്ഥ, ഈ ജാമ്യം കിട്ടിയതിനു ശേഷമുള്ള ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ ഈ കേസിൽ അദ്ദേഹത്തെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. അതിൽ ഈ ജാമ്യ വ്യവസ്ഥ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. 25 ലക്ഷം രൂപ കെ സുധാകരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മോൻസൺ മാവുങ്കലിന് നൽകിയെന്നും അതിൽ നിന്നും 10 ലക്ഷം രൂപ കെ സുധാകരൻ കൈപ്പറ്റി എന്നുള്ളതുമാണ് കെ സുധാകരനെതിരായ കേസ്. നേരത്തെ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്തതാണ്. ശേഷമാണ് ഇവിടെ കീഴ്ക്കോടതിയിൽ ജാമ്യം ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയത്. അല്പസമയത്തിനകം അദ്ദേഹം ആ നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.